പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരെ സിബിഐ അന്വേഷണത്തിന് സർക്കാർ നീക്കം. ഒരു വർഷം മുൻപുള്ള വിജിലൻസിന്റെ ശുപാർശ പൊടി തട്ടിയെടുത്താണ് സിബിഐ അന്വേഷണം നടത്താനുള്ള നീക്കം. FCRA നിയമലംഘനം, വിദേശ ഫണ്ട് കേരളത്തിൽ എത്തിച്ചത് തുടങ്ങിയ കാര്യങ്ങൾ സിബിഐ അന്വേഷിക്കട്ടെ എന്ന നിലപാടിലാണ് സർക്കാർ. എന്തു വേണമെങ്കിലും പരിശോധിച്ചോട്ടെ എന്ന നിലപാടാണ് സതീശൻ സ്വീകരിക്കുന്നത്. തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ് പ്രതിപക്ഷ നേതാവിനെ തന്നെ സർക്കാർ ഉന്നം വെക്കുന്നത്. അതും ഏറെ ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് കാരണമായ പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട്. എന്നാൽ പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട് CBI അന്വേഷണം നടത്താൻ കഴിയില്ലെന്നും ഫണ്ട് സ്വീകരിച്ച മണപ്പാട്ടിൽ ഫൗണ്ടേഷനുമായി ബന്ധപ്പെട്ട് വേണമെങ്കിൽ അന്വേഷണം നടത്താമെന്നുള്ള ശുപാർശയാണ് വിജിലൻസ് ഡയറക്ടറായിരുന്ന യോഗേഷ് ഗുപ്ത സർക്കാരിന് നൽകിയത്. അത് വേണ്ടെന്ന നിലപാട് മുഖ്യമന്ത്രി സ്വീകരിച്ചു. ഇതിന് തൊട്ടു പിന്നാലെ വന്ന വിജിലൻസ് ഡയറക്ടർ മനോജ് അബ്രഹാം CBI അന്വേഷണമേ വേണ്ട എന്ന ശുപാർശയാണ് സംസ്ഥാന സർക്കാരിന് രേഖാമൂലം നൽകിയത്. തെരഞ്ഞെടുപ്പിന് 2-3 മാസം മാത്രം ബാക്കി നിൽക്കെ യോഗേഷ് ഗുപ്തയുടെ പഴയ ശുപാർശ പൊടി തട്ടിയെടുത്തിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. കേസ് CBI അന്വേഷണത്തിലേക്ക് വിടാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. ഏത് തരത്തിലുള്ള അന്വേഷണവും സ്വാഗതം ചെയ്യുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ്. തെരഞ്ഞെടുപ്പിന്റെ 2 മാസം മുമ്പ് ഇത് CBI അന്വേഷിക്കേണ്ട കേസാണ് എന്ന് പറയുന്ന ഒരു പ്രഖ്യാപനം നടത്തിയ അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി കേരളത്തിലെ ആളുകൾക്ക് നിയമപരമായി അതിനെ നേരിടും. ഒരു ബുദ്ധിമുട്ടും ആ കാര്യത്തിലില്ല. അവർ ഒരു കേസും CBIയെ കൊണ്ട് അംഗീകരിക്കില്ലെങ്കിൽ എൻ്റെ കേസ് വിട്ടോ, CBIക്ക് വിട്ടോ, എനിക്കൊരു വിരോധമില്ല. നിയമസഭാ സമ്മേളനത്തിലേക്ക് വരുമ്പോൾ പ്രതിപക്ഷത്തെ നേരിടാനുള്ള ഒരു ആയുധമായിട്ട് കൂടിയാണ് വിജിലൻസിന്റെ ശുപാർശയെ സർക്കാർ കാണുന്നത്. മീഡിയ 1 തിരുവനന്തപുരം.